കയ്യിൽ തേങ്ങയില്ലേ എന്ന് നമുക്ക് തേങ്ങ അരച്ച മീൻകറിയും വേണം. അപ്പോൾ അതെങ്ങനെയാണ് നടക്കുക? ഇനി മുതൽ നമുക്ക് അങ്ങനത്തെ റെസിപ്പികൾ നോക്കാം കേട്ടോ. തേങ്ങയില്ലാണ്ട് എങ്ങനെ തേങ്ങ അരച്ച മീൻകറിയും കറികളൊക്കെ വെക്കാമെന്ന്. ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ? എൻ്റെ കയ്യിലുള്ള തേങ്ങ തീർന്നിട്ടുണ്ട്. ഇത് ലാസ്റ്റ് തേങ്ങയാണ് കേട്ടോ. അപ്പം ഞാൻ ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ മീൻകറി തയ്യാറാക്കുന്നത്. ഇവിടെ നമുക്ക് കോക്കനട്ട് പൊടിയൊക്കെ കിട്ടുമെങ്കിലും നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന തേങ്ങയുടെ അത്ര ഒന്നും ആവില്ല കേട്ടോ. അപ്പം നമുക്കിന്ന് അയിലക്കറിയാണ് തേങ്ങ അരച്ച് തയ്യാറാക്കാൻ പോകുന്നത്. തേങ്ങ ഞാനൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്, ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്തിട്ട്. ഇനി നമുക്ക് തക്കാളി, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നല്ല പോലെ ഒന്ന് തിരുമ്പി കൊടുക്കാം. അതിനുശേഷം കൊടമ്പുളി ചേർത്ത് കൊടുക്കാം. ആ ഒരു വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. ഇനി ഒരു 3 മിനിറ്റ് നേരം നല്ല പോലെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അതിനുശേഷം മീൻ ഇട്ട് കൊടുക്കാം. അയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടി മുകളിൽ ഒഴിച്ചു കൊടുത്താൽ കറി ഉഷാറായി കേട്ടോ. ഇനി വേണമെങ്കിൽ ആഡംബരത്തിന് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്താൽ അടിപൊളി മീൻകറി റെഡി.